നമസ്കാരം. ശ്രീമതി കെ എസ് ചിത്ര, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തായാലും ശ്രീമതി കെ എസ് ചിത്ര എന്ന് ഔപചാരികമായി വിളിക്കുന്നത് അത്ര ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മലയാളികൾക്കെല്ലാം ചിത്ര ചേച്ചി എന്ന വിളിയായിരിക്കുമല്ലോ കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ദാസേട്ടനും ചിത്ര ചേച്ചിയും ആണല്ലോ. ചിത്ര ചേച്ചി തന്നെ വിളിച്ചോളൂ. എന്തായാലും ഒരുപാട് തവണയായി ചിത്ര ചേച്ചി ഓസ്ട്രേലിയയിലേക്ക് വരുന്നുണ്ട്. ഓസ്ട്രേലിയ ഇപ്പോൾ എങ്ങനെ സ്വന്തം നാടുപോലെ ആയി കഴിഞ്ഞോ? എല്ലാവരും ഒരുപാട് തവണ വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. എന്നാലും എനിക്കിഷ്ടമാണ് ഓസ്ട്രേലിയയും. കെ എസ് ചിത്ര എന്ന ഗായികയെക്കുറിച്ച് നോക്കുമ്പോൾ 15,000-ലേറെ പാട്ടുകൾ പാടിക്കഴിഞ്ഞ ഗായിക എന്നാണ് ആദ്യം കാണുന്നത്. സത്യത്തിൽ എത്ര പാട്ട് പാടി എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കണക്ക് ചിത്ര ചേച്ചിക്കുണ്ടോ? ഇല്ല, ഞാൻ പാടിയ പാട്ടുകളെല്ലാം ഞാൻ എന്റെ ഒരു ബുക്കിലാണ് എഴുതുന്നത്. അപ്പൊ ആ ബുക്കാണ് എന്റെ റെക്കോർഡ്. അതുകൊണ്ട് കൃത്യം കണക്ക് അതിൽ അറിയാൻ പറ്റും. ഞങ്ങളിപ്പോ അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓരോ ലാംഗ്വേജിന്റെയും കണക്ക് അധികം വൈകാതെ തന്നെ അത് ഞാൻ പറയും. കാരണം ഇപ്പൊ ഞാൻ ബുക്കുകൾ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഒരു ടോട്ടൽ ആൽബമും ഫിലിം റെക്കോർഡിങ്സും അതുപോലെ തന്നെ സീരിയലിന്റെ പാട്ടുകൾ അതെല്ലാം കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും 18,000 മേലെ തന്നെ വരുള്ളൂ. അതായത് ഈ എല്ലാ പാട്ടുകളും ബുക്കിൽ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബുക്ക് ഉണ്ടാവും കയ്യിൽ? അല്ല, ബുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ് നിറച്ച് ഞാൻ ബുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പ്രിന്റ് ചെയ്ത ബുക്കാണ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഏത് കമ്പനിക്കാണ്, ആരാണ് ഡയറക്ടർ, ആരാണ് ലിറിക്സ് എഴുതിയത്, ആരാണ് കൂടെ പാടിയത്, ആരാണെന്ന് തുടങ്ങി എല്ലാ വിവരങ്ങളും എന്റെ പുസ്തകത്തിനകത്ത് ഉണ്ടാവും. ഇപ്പൊ അല്ല, പണ്ടൊക്കെ പാടിക്കഴിയുമ്പം LP റെക്കോർഡ് തരാറുണ്ടായിരുന്നു, ആർട്ടിസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ട് തരാറുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ തരാറില്ല. അപ്പൊ എനിക്ക് ഓഡിയോ പാട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള മാർഗമില്ല. അത് കാരണം ഈ ഒരു ബുക്കാണ് എനിക്ക് ആകെയുള്ള റെക്കോർഡ്. ഓക്കെ. പലപ്പോഴും മറ്റ് പല അഭിമുഖങ്ങളിലും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം. എങ്കിൽ പോലും 16-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അല്ലെ ആദ്യത്തെ പാട്ട് പാടിയത്? അതെ, 1979 ഫസ്റ്റ് സോങ് പാടുന്നത്. അന്ന് പാടിയ ആ പാട്ട് ഇപ്പോൾ കേൾക്കുകയാണെങ്കിൽ എന്താണ് ചിത്ര ചേച്ചിക്ക് തോന്നുന്നത്? ഇന്ന് ആ പാട്ട് പാടുകയാണെങ്കിൽ അതുപോലെ തന്നെ പണ്ട് പാടിയതുപോലെ തന്നെ ആയിരിക്കുമോ ഇപ്പോഴും പാടുന്നത്? എന്താണ് തോന്നുന്നത്? ഇല്ല, ഡെഫിനറ്റ് ആയിട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം അപ്പൊ എന്റെ ശബ്ദം തന്നെ ഭയങ്കര ഒരു ഇന്നസെൻസ് ഉള്ള ഒരു കുട്ടി ശബ്ദമായിരുന്നു. പിന്നെ പാട്ടിനകത്തും നമ്മൾ അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഫിലിമില് അങ്ങനെ ഞാൻ എന്റെ സീനിയർ സിംഗേഴ്സ് പാടി, ജാനകിയമ്മ, സുശീലമ്മ ഒക്കെ പാടി കേട്ടത് ഉള്ളൊരു അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും ലൈറ്റ് മ്യൂസിക്കിലെ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് എന്റെ ചേച്ചിയായിരുന്നു. അപ്പൊ എനിക്ക് അതിനകത്തൊക്കെ ഇപ്പൊ നമുക്കിപ്പോ കേൾക്കുമ്പോ അറിയാം, കുട്ടി പാടിയതിന്റെ ആയിട്ടുള്ള കുറവുകളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. എന്തോ ആ പാട്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടോ? അത് ഒരു കോറസും കൂടെ ഉള്ള പാട്ടാണ്. കടങ്കഥ ചോദിക്കുന്ന പോലത്തെ ഒരു പാട്ടാണ്. ചെല്ലം ചെല്ലം തുടങ്ങുന്ന ഒരു പാട്ടാണ്. അതുപോലെ മറ്റൊരു കാര്യം, ചിത്ര ചേച്ചി 10 ഭാഷയിൽ പാടിയിട്ടുണ്ട് എന്നാണ് കണ്ടത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നിവയ്ക്ക് പുറമെ മറ്റു നിരവധി ഭാഷ, അതായത് ഒറിയ അതിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒറിയ, ബംഗാളി, പിന്നെ ബഡ്ഗ എന്നൊരു ലാംഗ്വേജ് പാടി, തുളു പാടി, പിന്നെ പഞ്ചാബിയില് ഞാനൊരു ആൽബത്തിലൊരു പാട്ട് പാടി, പിന്നെ അറബിയില് പക്ഷെ ജസ്റ്റ് ഒരു അറബിക് ആൽബത്തില് ഒരു അറബി സിംഗറിന്റെ കൂടെ. അതിൽ ഞാൻ അറബിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വരിയേ ഉള്ളൂ. എന്നാലും ബാക്കി മുഴുവൻ ഹിന്ദി ആയിരുന്നു. അങ്ങനെ അത് പറഞ്ഞു. ഉറുദു പാടിയിട്ടുണ്ട്. ഇതിൽ എല്ലാ ഭാഷകളിലും ചിത്ര ചേച്ചിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഗായകർക്ക് മാത്രമുള്ളൊരു സിദ്ധിയാണെന്ന് തോന്നുന്നു. ഏത് ഭാഷയിൽ പാടുമ്പോഴും സ്വാഭാവിക രീതിയിൽ ആ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ എല്ലാ ഭാഷകളിലും സ്വന്തമായിട്ടുള്ള ശൈലി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്?
ഇത് എനിക്കൊക്കെ രാജാ സാറാണെങ്കിൽ പോലും തന്നിട്ടുള്ള അഡ്വൈസ് ഒരുപാട് പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരാളിന്റെ പാട്ട് മാത്രം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവിനെ അനുകരിക്കും. ആദ്യം എല്ലാ കുട്ടികളും അങ്ങനെയാണ് ചെയ്യുക. നമ്മള് ഏറ്റവും കൂടുതൽ കേൾക്കണം നമ്മുടെ ഗുരുവിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പാടുമ്പോൾ അറിയാതെ തന്നെ ഗുരുവിന്റെ ഒരു ഛായ നമ്മുടെ സിംഗിങ്ങിൽ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരാളിന്റെ മാത്രം അങ്ങനെ ഇതാവാതെ ഒരുപാട് കച്ചേരികൾ കേൾക്കണമെന്നും ഒരുപാട് ഫിലിം സോങ്സ് കേൾക്കണമെന്നും ഒരുപാട് ഗസൽസ് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ പല ആൾക്കാരുടെ പല സ്റ്റൈല് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ശബ്ദത്തിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ പാടാൻ സാധിക്കും. ഒരാളിനെ ബ്ലൈൻഡ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാതെ എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഒരുപാട് പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട്, പലരുടെ പഴയതും പുതിയതും ഒക്കെ ആയിട്ട് പല വെറൈറ്റീസുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രയാസം തോന്നിയത് ഏത് ഭാഷയെ പാടുമ്പോഴാണ്? അറിഞ്ഞൂടാത്ത ഭാഷ പാടുമ്പോ എല്ലാം ഒരേ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഓരോ വേർഡിന്റെ മീനിങ് ചോദിച്ച് നമ്മൾ പാടേണ്ടി വരും. ഒരു മൊത്തത്തിൽ അങ്ങനെ ഞാൻ പാടിയിട്ടുള്ള ബംഗാളിയൊക്കെ പാടുമ്പോ എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ തന്നെ എന്റേതായിട്ടുള്ള ഒന്ന് രണ്ട് കോഡൊക്കെ ഇട്ട് വെക്കും. ഇപ്പം ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ്, അതിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്താണ്, അപ്പൊ മൊത്തത്തിൽ അതിന്റെ ആ പാട്ടിനകത്തുള്ള കണ്ടന്റ് എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ സമയം നമ്മൾ മറ്റുള്ള അറിയുന്ന ഭാഷ പാടുന്ന അറിയാത്ത ഭാഷ പാടുന്നതും തമ്മിൽ ഒരുപാട് ടൈം വ്യത്യാസം എടുക്കും. ചിത്ര ചേച്ചി എന്തായാലും ഇപ്പോൾ സിഡ്നിയിലും അഡലേഡിലും സ്റ്റേജ് ഷോകൾക്ക് വേണ്ടിയാണ് വരുന്നത്. ചിത്ര ചേച്ചിയെക്കുറിച്ച് അറിഞ്ഞ ഒരു കാര്യം, ഇപ്പോഴും ഈ ഇത്രയും കാലത്തെ പരിചയമുണ്ടായതിനു ശേഷവും ഓരോ സ്റ്റേജ് ഷോയിലേക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പും വല്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരു ഗായികയാണ് എന്നുള്ളതാണ്. സത്യമാണോ അത്? സത്യമാണ്. കാരണം ഞാൻ മാത്രമല്ല ഒരുവിധമുള്ള എല്ലാ സിംഗേഴ്സും അങ്ങനെയാണ്. ആദ്യത്തെ ഒരു പാട്ട് നമ്മളൊന്ന് കയറി നമ്മുടെ ശബ്ദവും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, മോണിറ്റേഴ്സ് ശരിയായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസിങ്ങിന് കിട്ടുന്നുണ്ട്, ഇതൊക്കെ ഒരു സ്റ്റേജിൽ പാടുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഓഡിയൻസ് അവര് കുറച്ച് റെസ്പോൺസീവ് ആയിട്ട് തിരിച്ച് നമ്മൾ എന്തെങ്കിലും പാടിയാൽ ഒന്ന് കൈയടിക്കുകയോ ഒന്ന് അതിന് തിരിച്ചൊരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ ഡള്ളായി പോകും. കാരണം അവരുടെ കയ്യിലാണ് ബാക്കി. അവർ എൻജോയ് ചെയ്യുന്നു എന്ന് കണ്ടാലാണ് നമുക്ക് കൂടുതൽ പാടണം എന്നുള്ള ഒരു എന്താ എനർജി വരുള്ളൂ. അവരുടെ കയ്യിലാണ്. ശരിക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു പ്രോഗ്രാം സാൻ ഫ്രാൻസിസ്കോയില് SVV സാറിന്റെ കൂടെ 3 ദിവസം ഒരേ ഹാളില് 3 ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്തു. ഫസ്റ്റ് ഡേ ഫ്രൈഡേ കന്നഡ, സെക്കൻഡ് ഡേ സൺഡേ സാറ്റർഡേ തെലുഗു ആൻഡ് സൺഡേ തമിഴ്. അങ്ങനെ 3 ദിവസം 3 ഷോ ഒരേ ഓഡിറ്റോറിയത്തിൽ ഒരേ സിംഗേഴ്സിന്റെ. അന്നത്തെ വന്നൊക്കെ ആ 3 ദിവസത്തെയും ക്രൗഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങുമ്പോ നമ്മൾ പാടണ്ട, BGM തുടങ്ങുമ്പോ അവർക്ക് പാട്ട് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ക്ലാപ്പ് ചെയ്യും. അതിന്റെ നമ്മുടെ ഓരോ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനൊക്കെ അവർ എങ്ങനെ ഇത്രയും നമുക്ക് ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണുമ്പോൾ ഇവരെല്ലാം പാട്ടുകാർ ആണെന്ന് നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ ഓഡിയൻസ് ഞാൻ മറക്കില്ല ഒരു കോൺസെർട്ട്. അത്രയ്ക്കാണ് അവർ അതിനെ ഓരോ ബീജിയത്തിന് വരെ ഓരോ പാട്ടിന്റെ ഏതെങ്കിലും ഒരു ചിലപ്പോ ആ ഭാഗം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഭാഗമായിരിക്കും, ആ സ്ഥലം പാടുമ്പോ അവരെ ഉടനെ കൈയടിക്കും. അങ്ങനെയുള്ളൊരു ക്രൗഡായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ക്രൗഡ് കിട്ടുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ വന്നപ്പോ ഒക്കെ നല്ല കൈയടിക്കുന്ന ക്രൗഡായിരുന്നു. ഈ 2 എലീറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ മുമ്പിൽ പാടുമ്പോൾ നമുക്ക് ചില കൈയടിക്കാൻ ഭയങ്കര മടിയുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ക്രൗഡിനെ പോയി പാടാൻ നമുക്ക് യാതൊരു താല്പര്യവും തോന്നില്ല. കാരണം ഒന്ന് കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് പാടാൻ ഒരു ആഗ്രഹം കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് എവിടെ പോകുമ്പോഴും ഞാൻ പറയുന്ന അതാണ്, നിങ്ങളുടെ ഓരോ കൈയടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എനർജി. ഓസ്ട്രേലിയയിൽ എന്തായാലും പേടിക്കണ്ട. പ്രത്യേകിച്ചും ചിത്ര ചേച്ചിയുടെ ഈ വാക്കുകൾ കൂടി കേട്ട ശേഷം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളും ഇവിടെ കൈയടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. മറ്റൊരു കാര്യം, ചിത്രയുടെ പല പാട്ടുകളും കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകാറുണ്ട്. അതുപോലെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, ഒരുപാട് പാട്ടുകൾ കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സിൽ സന്തോഷം തോന്നാറുണ്ട്. പല ഭാവങ്ങളും അങ്ങനെ വരാറുണ്ട്. അപൂർവം ചില ഗായകർക്ക് മാത്രമേ ഇത്രയധികം തീവ്രതയോടെ എല്ലാ ഭാവങ്ങളിലും പാട്ട് പാടാൻ കഴിയുള്ളൂ. സത്യത്തിൽ പാട്ട് പാടുമ്പോൾ ചിത്ര ചേച്ചിയുടെ മനസ്സിലേക്ക് ഈ ഭാവങ്ങളൊക്കെ വരാറുണ്ടോ? പൊതുവേ തന്നെ നമ്മളവിടെ പാട്ട് പാടാൻ ലിറിക്സ് കൈ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം മനസ്സിലാവും ഇതെന്താണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള പാട്ടായിരിക്കുന്നത്. പിന്നെ ഞാൻ ഡയറക്ടറിനോട് ചോദിക്കാറുണ്ട് എന്തോന്നാണ് സിറ്റുവേഷൻ, അതെങ്ങനെയാണ് പപ്പ പറഞ്ഞു തരാറുണ്ട്, ഇങ്ങനെയാണ് ഞങ്ങളത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അത് മനസ്സിൽ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ പാടാൻ ശ്രമിക്കും. പിന്നെ ചില വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട് പാടുമ്പോ തന്നെ. അങ്ങനെ
പിന്നെ വേറെ ഇതൊക്കെ നമ്മുടെ മുമ്പത്തെ ജനറേഷൻ സിംഗേഴ്സ് പാടിയ ഓരോ പാട്ടും നമുക്ക് ഒരു ഡിക്ഷണറി പോലെയാണ്. അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പലതും, ചില പാട്ടുകൾക്കൊക്കെ ഇന്ന ആള് പാടിയ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അപ്പൊ അതൊരു ബേസ് വെച്ചിട്ട് അങ്ങ് പാടും. അങ്ങനെ പാടുമ്പോൾ മനസ്സിൽ വല്ലാതെ വിഷമം തോന്നിയ പാട്ട് ഏതാണുള്ളത്? ഉണ്ട്. ചില പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് വിഷമം തോന്നിയിട്ടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി ഒന്ന് കുറച്ചേരം പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് വന്ന് തിരിച്ച് കണ്ടിന്യൂ ചെയ്യുന്ന പാട്ടുകളുണ്ട്. പെട്ടെന്ന് ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന ഒന്നേ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അർജുന മാഷിന്റെ മ്യൂസിക്കില് നായകി എന്നൊരു സിനിമ വന്നല്ലോ. അതെ. അതിൽ നിലാവ് പോലൊരു അമ്മ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടുമ്പോൾ എനിക്ക് വല്ലാത്ത എന്റെ ജീവിതമായിട്ട് വല്ലാത്തൊരു ബന്ധം എനിക്ക് ആ പാട്ടിന് തോന്നി. അപ്പൊ എനിക്കത് പാടുമ്പോൾ ഇടയ്ക്ക് വല്ലാത്തൊരു വിമിഷ്ടമൊക്കെ തോന്നി. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കുറച്ചൊന്ന് പുറത്തൊക്കെ പോയി നിന്നിട്ടൊക്കെ വന്നിട്ടാ ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഒരുപക്ഷെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാട്ട് തന്നെയായിരിക്കും അല്ലേ ആശ്രയമാകുന്നത്? തീർച്ചയായിട്ടും അതെ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ഒരു സംഗീതം എന്നുള്ളൊരു എനിക്ക് എന്റെ മോളുടെ ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് പാട്ട് കേൾക്കണമെന്ന് ഒന്നും ഒരു ആഗ്രഹമില്ലാതെ കുറെ നാൾ അങ്ങനെ ഇരുന്നു. അപ്പൊ എന്റെ തന്നെ ഇതേ മ്യൂസിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഒരുപാട് വെൽവിഷേഴ്സ് ആയിട്ടുള്ള പാട്ടുകാർ തന്നെ പലരും എനിക്ക്, പിന്നെ ദിനേശ് എന്നൊക്കെ വണ്ടർ സിംഗർ ഉണ്ട്, പുള്ളി ഇങ്ങനെ ഓരോ ഇതൊക്കെ ദിവസവും എനിക്ക് ഇമെയിലോ മെസ്സേജോ അയക്കും. അപ്പൊ അതിനകത്ത് എഴുതി ഈ പാട്ടൊന്ന് കേൾക്കൂ, പ്ലീസ് ലിസൺ. ഒരു പാട്ട് എനിക്ക് എത്രയോ തവണ അയച്ചു തന്നിട്ട് അങ്ങനെ പാട്ട് എന്നെ തിരിച്ച് കേൾക്കാനും തിരിച്ച് പാടാൻ വരണം എന്നുള്ള ഒരു ഇതായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കുറെ ആൾക്കാരുണ്ട്. എ.ആർ. റഹ്മാൻ സാർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹവും വിളിച്ചു ചോദിക്കുകയും എസ്.പി.ബി. സാറൊക്കെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ തിരിച്ച് പാടാൻ വരണം, എത്രയും വേഗം വീട്ടിലിങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞ് എന്നെ, പിന്നെ എന്റെ റിലേറ്റീവ്സ്, എന്റെ ചേച്ചിയും എന്റെ സിസ്റ്ററിനുള്ള അവരൊക്കെ ഇങ്ങനെ എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് വെളിയിൽ കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഒരു മ്യൂസിക്കിലോട്ട് ആയതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പൊ വീണ്ടും തിരിച്ചു വന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചു. സിനിമയിൽ നമ്മൾ എപ്പോഴും നായകൻ നായിക ഒരു പെയർ എപ്പോഴും പറയാറുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ എന്തായാലും കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് യേശുദാസ് ചിത്ര എന്ന ഒരു പേരാണ് ഏറ്റവും അധികം കേൾക്കുന്നത്. യുഗ്മഗാനങ്ങൾ പാടുന്നതിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ കംഫർട്ട് ലെവൽ തോന്നുന്ന പാട്ടുകാർ എങ്ങനെയാണ്? ഒട്ടേറെ പേരുണ്ട്, ഒരാളുടെ പേര് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ദാസേട്ടന്റെ കൂടെയാണെന്ന് തോന്നുന്നു. കാരണം ഒരുമിച്ചല്ല അധികം പാടുന്നെങ്കിൽ പോലും വേറെ വേറെ ആയിട്ടായിരിക്കും മിക്കവാറും റെക്കോർഡ് ചെയ്യുന്ന. ചിലപ്പോൾ ഞാനാണ് മിക്ക സമയം ആദ്യം പാടുന്നത്, ദാസേട്ടൻ പിന്നെ ആയിരിക്കും പാടാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് പാടിയിട്ടുള്ള, പണ്ടത്തെ കാലത്ത് മുഴുവൻ ഒരുമിച്ച് നിന്നാ പാടിയിട്ടുള്ളത്. ഇപ്പം അങ്ങനെ ആര് കൂടെ നിന്നങ്ങനെ പാടുന്ന റെക്കോർഡിങ്സ് വളരെ കുറവാണ്. വളരെ വല്ലപ്പോഴും കൂടെ മാത്രമേ രണ്ട് സിംഗേഴ്സ് ഒരുമിച്ച് നിന്ന് പാടാറുള്ളൂ. മിക്കവാറും വേറെ വേറെയാ പാടുന്നത്. അതുകൊണ്ട് പിന്നെ കംഫർട്ട് ലെവൽ അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ചില സമയത്ത് ആരാ പാടണമെന്ന് പോലും അറിയില്ല, മെയിൽ വോയിസ് ആരായിരിക്കും, അത് ഇന്നും ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പാട്ടുകളുടെ ഒരു ഭംഗിക്ക് ഇത് കാരണം കുറവ് വന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിന്ന് പാടുമ്പോ ഇപ്പം ദാസേട്ടനെ പോലത്തെ ഇത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗറിന്റെ കൂടെ നിന്ന് പാടും എനിക്ക് പലതും എനിക്ക് കണ്ടും കേട്ടും പഠിക്കാനുണ്ട്. അതിന്ന് മനസ്സിലാവും. എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, എന്താ പറയുക, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷനോ പെട്ടെന്ന് കൂടെയുള്ള ആള് കൊടുത്തു കഴിയുമ്പം അതിന്റെ ഒരു ആൻസർ പോലെ നമുക്ക് അറിയാണ്ട് വരും. അപ്പൊ ആ ഒരു എന്താ പറയണ്ട, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ആ ഒരു സുഖം ഇപ്പോഴത്തെ റെക്കോർഡിങ്സിന് ഇല്ല. ആദ്യം പാടുന്ന ആള്
എപ്പോഴും അയാളുടെ കേട്ട് പാടുന്ന രണ്ടാമത് പാടുന്ന ആളിന് കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. കാരണം ഓൾറെഡി ഒരാൾ പാടി വെച്ചിട്ടുണ്ടല്ലോ. ഡ്യുവറ്റ് സോങ് പാടുമ്പോ രണ്ടാമത് പാടുന്ന ആളിനായിരിക്കും കൂടുതൽ അത് നന്നാക്കാനുള്ള അവസരം കൂടുതൽ കിട്ടുക. ചേച്ചി, മറ്റൊരു കാര്യം, ഇപ്പോൾ റിയാലിറ്റി ഷോകളുടെ ഒരു കാലമാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകാർക്ക് അവസരം കൊടുക്കുന്ന റിയാലിറ്റി ഷോ. നിങ്ങളൊക്കെ വന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. റിയാലിറ്റി ഷോയിൽ ചേച്ചി ഒരു കേരളത്തിലെ ഒരു പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ജഡ്ജും ചേച്ചി തന്നെ ആയിരിക്കും. ചിത്ര ചേച്ചിക്ക് ആ റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടിയെ പോലും ഒരിക്കലും കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല. മറ്റു പലരും വിഷമിപ്പിക്കുമ്പോഴും ഒരു കുട്ടിയെ പോലും ഒരിക്കലും വിഷമിപ്പിക്കുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റിയാലിറ്റി ഷോയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ അത്രയധികം സ്റ്റാൻഡേർഡ് ഉണ്ടോ, അതോ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണോ? ഇല്ല, ഞാന് അങ്ങനെ എന്താ പറയണ്ട, ഒരു സ്റ്റേജിൽ നിൽക്കുമ്പം ആ കുട്ടിയെ ആകെ പാടിക്കുമ്പോ ടെൻഷനിലായിരിക്കും നാച്ചുറലി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഞാൻ അതിന്റെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് തെറ്റ് വല്ലതും പറഞ്ഞ് പാടിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. അല്ലാത്ത സമയത്ത് ഇപ്പം നമുക്ക് ഓപ്പൺ ആയിട്ട് ടി വി കൂടെ പറയാൻ പറ്റാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് ആ കുട്ടിയുടെ ഭാഗത്തുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞ് അവനെ ഒരു കളിയാക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ കളിയാക്കില്ലേ, അവളുടെ കൂടെ ഉള്ളവരാണെങ്കിലും കോളേജിലാണെങ്കിലും അങ്ങനെ അതിനുള്ള അവസരം കൊടുക്കാതെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി നിർത്തിയും അത് കഴിഞ്ഞ് വിളിച്ചു നിർത്തിയും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ കഴിവതും ഇപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വേറെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ചേച്ചി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെങ്കിൽ അവർക്കും കൂടെ അത് ഉപകാരപ്രദമാവും. ഉണ്ട് അങ്ങനെ പറയണം എന്ന് എന്റെ അടുത്ത് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ആ കുട്ടികൾ, ഞാൻ ആ സ്ഥാനത്താണെങ്കിൽ എനിക്ക് എങ്ങനെ തോന്നും ആ രീതിയിലേ ഞാൻ പറയാറുള്ളൂ. ഈ പുതുതായിട്ട് വരുന്ന പാട്ടുകാരെ കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ചേച്ചിക്ക് തോന്നാറുള്ളത്? അവരെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഈ പലപ്പോഴും അത്ര സീരിയസ് ആയിട്ട് പാട്ടുകൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സംഗീതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, എനിക്കിപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ റിയാലിറ്റി ഷോയിൽ തന്നെ പല കുട്ടികളും പഴയ പാട്ടുകളൊക്കെ തന്നെ പാടുമ്പോ ഞാൻ ആ പാട്ടുകളെല്ലാം സ്റ്റേജിൽ പാടാൻ വേണ്ടി പഠിച്ച പാട്ടുകളായിരിക്കില്ല. പക്ഷെ നമ്മൾ കേൾക്കുന്നതും ഇപ്പോഴത്തെ ചില ജനറേഷനിലെ കുട്ടികൾ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒറിജിനൽ എന്താണ് പാടിയിരിക്കുന്നത് നമ്മൾ 2 തവണ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതങ്ങ് പതിയാണ്. അപ്പൊ ഇവര് പഠിക്കാൻ വേണ്ടി പഠിച്ചാലും ചിലപ്പോൾ അതിലെ പല കാര്യങ്ങളും ഇവര് വിട്ടുപോകണം. അതിലത്തെ പല സംഗതികളാവാം, എക്സ്പ്രഷൻസ് ആവാം, അതൊക്കെ വിട്ടുപോകണം. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ അത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ആ കേൾക്കുന്നതിന്റെ കോൺസെൻട്രേഷന്റെ വ്യത്യാസമാണ് അത്രയും. നമ്മളൊക്കെ പിന്നെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ കേൾക്കുമ്പോ തന്നെ നമ്മുടെ തലയിൽ എന്തൊക്കെ രജിസ്റ്റർ ആവണോ അതെന്ത് ഇവര് പഠിച്ചിട്ട് അത് രജിസ്റ്റർ ആയിട്ടില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോ ഇവരുടെ എന്താ പറയുക ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണോ, ശ്രദ്ധയില്ലായ്മ എന്നേ ഞാൻ പറയുള്ളൂ. തീർച്ചയായും. എന്തായാലും ചേച്ചി പാടിയിട്ടുള്ള പാട്ടുകൾ, പിന്നീട് ആ പാട്ടുകൾ കേട്ടിട്ട് മറക്കാനാവാത്ത അനുഭവങ്ങൾ ചേച്ചിയുടെ പാട്ടിൽ നിന്നുള്ളത് മനസ്സിലുണ്ടോ? ഞാൻ പറയില്ല, പണ്ടൊക്കെ എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്തിരുന്ന ലൈവ് ആയിരുന്നല്ലോ. അപ്പൊ ഓർക്കസ്ട്ര എല്ലാരും ഇങ്ങനെ ചുറ്റും ഇരുന്നിട്ടാണ് റിഹേഴ്സലിനും റെക്കോർഡിങ്ങിനും ഒക്കെ പാടിക്കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോഴത്തേക്ക് വളരെ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻസ്, ചിലപ്പോൾ മൃദംഗം വായിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ വീണ വായിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ വയലിനിസ്റ്റ് ആവാം. അവരൊക്കെ അപ്പൊ തന്നെ സ്റ്റേജ് അല്ല സോറി റെക്കോർഡിംഗ് കൺസോളിൽ വന്നിട്ട് അഭിപ്രായം അപ്പൊ തന്നെ പറയും. ചിലരൊക്കെ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ മുതുകത്ത് നമുക്ക് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ ഒക്കെ കാണിച്ചിട്ട് പോകും. പ്രായമായ ആൾക്കാരൊക്കെ കൊള്ളാം, നന്നായിട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോവും. അതേപോലെ ചിലപ്പോ എന്തെങ്കിലും വാക്കുകൾ ഉച്ചാരണം ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ അപ്പപ്പൊ തന്നെ ഈ സീനിയേഴ്സിന്റെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അവരൊക്കെ എത്രയോ വലിയ വലിയ ആൾക്കാർക്ക് വായിച്ചിട്ടുള്ളവരാണല്ലോ. അപ്പൊ അവർക്കൊക്കെ എത്രയാണെങ്കിലും എക്സ്പീരിയൻസ് അത്രയും കൂടുതലല്ലേ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പല പാട്ടുകൾക്കും കിട്ടിയിട്ടുണ്ട്, പലരുടെ അടുത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. ഈ പാട്ട് കേട്ടിട്ട് സാധാരണക്കാരിൽ നിന്നുള്ള പ്രതികരണത്തിൽ അങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ട്? സാധാരണക്കാരൻ ഇപ്പൊ നമുക്ക് എഴുത്തൊക്കെ അയക്കുമല്ലോ ഓരോരുത്തർ ഇങ്ങനെ. ഇപ്പൊ ഞാൻ അടുത്തായിട്ട് കാണുന്നത് ഒരുപാട് പേര് ഇതുപോലെ എന്താ പറയണ്ട, എന്നെ ഒരു അമ്മയായിട്ട് പലർക്കും അമ്മയില്ലാത്തവരായിരിക്കാം, അമ്മയുള്ളവരായിരിക്കാം, എന്നാലും രാത്രി ഉറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഈ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ ഒരു അമ്മയെ പോലെ അവർക്ക് എന്നോട് ഉള്ളൊരു സ്നേഹം തോന്നുന്ന ഒത്തിരി കുട്ടികളെ ഞാനിപ്പം അടുത്തായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനതൊന്നും അറിയുന്നില്ലായിരുന്നു സത്യത്തിൽ. ഇങ്ങനെ ഇത്രയും ആൾക്കാരെ കേൾക്കുന്നുണ്ടെന്നോ അവർക്ക് മനസ്സിൽ എന്നോട് ഇങ്ങനെ ഒരു വികാരം ഉണ്ടെന്നോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പോ ഈ ഫേസ്ബുക്കിലും ഒക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവർക്ക് എന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അവരുടെ സ്നേഹം ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. തീർച്ചയായും. എന്തായാലും ശാസ്ത്രീയ സംഗീതത്തിലൂടെയാണ് പഠിച്ചിരുന്നു, മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഒരു സ്വന്തമായിട്ടൊരു കച്ചേരി അടുത്ത കാലത്ത് നമ്മളെങ്ങും കണ്ടിട്ടേ ഇല്ല. ഒരു കച്ചേരി പ്രതീക്ഷിക്കാമോ? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇനി കുറച്ചും കൂടെ പഠിക്കണം. എനിക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതാണ് കെ എസ് ചിത്ര തന്നെയാണോ ഈ പറയുന്നത്? അതെ അതെ.
എനിക്കൊക്കെ ശാസ്ത്രീയ സംഗീതം ഞാൻ പഠിച്ചത് അത്രയും പോരാ, ഇനിയും പഠിക്കണം. ഇനി ഒരുപാട് പഠിച്ചെങ്കിൽ ആ ഒരു സ്റ്റേജിലിരുന്ന് പൂർണ്ണമായിട്ടും മനോധർമ്മം ചെയ്തൊരു കച്ചേരി നടത്തണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പഠിക്കണം. എന്നാലും എത്ര കാലത്തേക്ക് കാത്തിരിക്കണം ഇനിയും? അത് ഇങ്ങനെയൊക്കെ ഒരു കാലയളവ് ഞാൻ പറയൂല. ഇപ്പോഴും ബിസി ആയിട്ട് തന്നെ ട്രാവലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കാരണം എനിക്കൊരു സാവകാശം കിട്ടുമ്പോൾ ഞാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ ആൽബംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ കീർത്തനവും പഠിക്കുന്നത് എനിക്കൊരു പുതിയ ഒരു രാഗം പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ചെയ്തു തുടങ്ങുന്നു. ഓക്കെ. ഈ ഇത്രയും കാലത്തിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3 പാട്ട് ഏതൊക്കെയാണെന്ന്? മലയാളം പാട്ടുകളിലെ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന നമുക്കും വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം KS ചിത്ര പാടിയ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ നമുക്കും പറ്റാറില്ല. എങ്കിലും ഏറ്റവും അധികം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാവുന്ന പാട്ടുകൾ എന്ന് പറയുന്നത്? ഞാൻ പാടിയിട്ടുള്ള കുറെ നല്ല പാട്ടുകളുണ്ടെങ്കിലും എനിക്ക് വാർമുകിലെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. കാരണം അത് പാടിക്കഴിഞ്ഞിട്ട് രവീന്ദ്ര മാഷ് യൂസഫ് അലി സാറിനെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ മോള് പാടിയത് കേക്കു സാർ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ. അപ്പൊ എനിക്ക് ആ മാഷിന്റെ റിയാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി മാഷൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന്. വലിയ സന്തോഷത്തില് മാഷത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ കാർമുകിൽ വർണ്ണന്റെ എന്നുള്ള പാട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇപ്പോഴും എത്രയോ ആൾക്കാര് എവിടെ ചെന്നാൽ അത് പാടാൻ പറയുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഡെഫിനറ്റ്ലി രവീന്ദ്ര മാഷിന്റെ മ്യൂസിക്കിൽ ഈ 2 പാട്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ രാജഹംസമേ എന്നുള്ള പാട്ട് പലർക്കും ആ പാട്ട് വെച്ച് അനുഭവങ്ങൾ ഉണ്ടെന്നാണ് എന്നെ വിളിച്ചറിയിച്ചിട്ടുള്ള പലരും. പല ആർട്ടിക്കിൾസ് നിന്ന് ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെയാണ്. ഒത്തിരി പേര് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് രാജഹംസമേ. രവി മേനൻ എന്തോ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു ഈ പാട്ടിനെ കുറിച്ച്. ദുബായിൽ പുള്ളി പരിചയപ്പെട്ട ഒരു ഡ്രൈവർ ഇതുപോലെ ഭയങ്കര ഒരു മോശപ്പെട്ട കുടുംബത്തിൽ എന്തോ വലിയ പ്രോബ്ലം വന്നിട്ട് അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാതെ ഇരിക്കുന്ന നേരത്ത് കാറിനകത്ത് തന്നെ എന്തോ ഒരു ആത്മഹത്യാശ്രമം എന്ന് പറയണം, അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പില് പുള്ളി വണ്ടിയിൽ ഇരുന്നിട്ട് പാട്ട് വെക്കുമ്പം കുറെ പാട്ടുകൾ വന്നു. അപ്പോഴൊക്കെ മനസ്സിങ്ങനെ എന്താ പറയണ്ട ഒരു സംഘർഷം മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ പാട്ട് വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് സ്വയമായിട്ട് തോന്നി എന്തിനിത് ചെയ്യണം എന്നുള്ളൊരു തോന്നല് വന്നിട്ട് അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നിങ്ങനെ. അങ്ങനെ രവിമേനന്റെ ഒരു ആർട്ടിക്കിൾ ഒരു ഡ്രൈവർ, പുള്ളിയുടെ പേര് ഷാജി എന്നാണെന്ന് എനിക്ക് സംശയം, അങ്ങനെ പറഞ്ഞതായിട്ടൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു പെൺകുട്ടി ഈ പാട്ട് ആ കുട്ടിയെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എന്നെ ജീവിതത്തിൽ പ്രാവശ്യമെങ്കിലും കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഞാൻ പോണ പല സ്റ്റേജിലും ആ കുട്ടി വന്നിട്ടുണ്ട്, പക്ഷെ ഇനി ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനൊരു ആഗ്രഹം പറഞ്ഞതായിട്ടൊക്കെ ഞാനിങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. അവസാനം ആ പാട്ട് തന്നെ പുതിയൊരു ഗായികയെ കൊണ്ടുവരികയും ചെയ്തു അല്ലേ? അതെ 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 ചന്ദ്രലേഖയ്ക്ക് അതൊരു തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയ ഒരു ഗാനം കൂടെയാണ്. ഈ ഒരു ട്രെൻഡ് യൂട്യൂബിലൂടെയൊക്കെ പാട്ടുകാർ അല്ലെങ്കിൽ അങ്ങനെ പാട്ടുകാർ വരുന്നൊരു ട്രെൻഡ് നല്ലതാണ് ചേച്ചി, എന്താ തോന്നിയിട്ടുള്ളത്?
ഒരുപാട് പുതിയ പാട്ടുകാർക്ക് അതൊരു വഴിത്തിരിവാണ്. തീർച്ചയായിട്ടും അവരുടെ കഴിവ്, അവർക്കുള്ള ടാലന്റ് വെളിയിൽ ലോകത്തേക്ക് കൊണ്ടുവരാൻ അത് നല്ലതാണ്. പക്ഷെ അതിൽ എത്ര പേര് സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. കുറെ പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരില്ലേ, അപ്പൊ അവർക്ക് ഇതൊരു വലിയൊരു അവസരം തന്നെയാണ്. അതും അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് കൊണ്ട് എല്ലാവരും സക്സസ്ഫുൾ ആയിക്കോണം എന്നില്ല. റിയൽ ടാലന്റ് എപ്പോഴാണെങ്കിലും ഒന്നൊന്നും നിലനിൽക്കും എന്നുള്ളതാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഒക്കെ നിൽക്കുന്നവർക്ക് മാത്രമേ ഫ്യൂച്ചർ ഉള്ളൂ. മറ്റതല്ലെങ്കിൽ വന്നിട്ട് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. തീർച്ചയായും ചേച്ചി, എന്തായാലും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ KS ചിത്ര എന്ന ഗായിക തന്നെയായിരിക്കും. വളരെയധികം നന്ദി SBS മലയാളം റേഡിയോയുടെ ഇത്രയും നേരം സംസാരിച്ചതിന്. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികളും കാത്തിരിക്കുകയാണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ വീണ്ടും നേരിട്ട് കേൾക്കുന്നതിനായി. ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. എല്ലാരും നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഉണ്ടാവണം ഇപ്പൊ തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. സീ യു ഓൾ.